നമസ്കാരം. മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CPM നേതാവിന്റെ പശു ഫാമിനെതിരെ പ്രദേശവാസികൾ രംഗത്ത്. ഫാം പ്രവർത്തിക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്ന പരാതിക്കാരൻ. ഫാം പ്രവർത്തിക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിച്ചെന്ന ഫാം ഉടമ. നിലമ്പൂർ നഗരസഭാ സെക്രട്ടറി വിളിച്ചു ചേർത്ത ചർച്ചയിലും പരാതിയിൽ തീരുമാനമായില്ല. ബസിന്റെ ചില്ലെറിഞ്ഞ് തകർത്ത കേസിലെ പ്രതികൾ പോലീസിന്റെ പിടിയിൽ. വഴിക്കടവ പാലാടുള്ള തയ്യിൽ പമ്പിൽ നിർത്തിയിട്ടിരുന്ന മൊണാലിസ എന്ന ബസിന്റെ ചില്ല് എറിഞ്ഞു തകർത്ത പ്രതികളായ കോഴിക്കോട് പൂവാട്ടുപറമ്പ പെരുവയൽ സ്വദേശികളായ സമ്മാസ്, അതുൽ എന്നിവരെയാണ് വഴിക്കടവ പോലീസ് പിടികൂടിയത്. കേന്ദ്ര സർക്കാർ കേരളത്തിനോട് കാണിക്കുന്ന വൈരാഗ്യപരമായ സാമ്പത്തിക അവഗണനയ്ക്കെതിരായി LDFന്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ ബഹുജന സദസ്സ് നടത്തി. മങ്കട കുമാരഗിരി സർക്കാർ വനത്തിൽ നിന്ന് മുറിച്ചുകടത്തിയ 30 കിലോ ചന്ദനം വനം വകുപ്പ് പിടികൂടി. നെന്മിനി, വാളക്കടൻ, ഷോക്കത്തലി, വള്ളുവമ്പ്രം, ഇമ്മിണിക്കര, കറുത്തേടത്ത് നൌഷാദ് എന്നിവരാണ് പിടിയിലായത്. പോത്തുകൽ ഗ്രാമപഞ്ചായത്തിലെ 2024-25 വർഷത്തെ ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ അവതരിപ്പിച്ചു. ലൈഫ് ഭവന പദ്ധതിക്കും മാലിന്യ സംസ്കരണത്തിനും ടൂറിസം പദ്ധതികൾക്കും ആരോഗ്യ മേഖലയ്ക്കും മുൻതൂക്കം നൽകുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. CPM നേതാവിന്റെ പശു ഫാമിനെതിരെ പ്രദേശവാസികൾ രംഗത്ത്. ഫാം പ്രവർത്തിക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്ന പരാതിക്കാരൻ. ഫാം പ്രവർത്തിക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിച്ചെന്ന ഫാം ഉടമ. നിലമ്പൂർ നഗരസഭാ സെക്രട്ടറി വിളിച്ചു ചേർത്ത പരാതിയിലും തീരുമാനമായില്ല. നിലമ്പൂർ നഗരസഭ മുൻ കൗൺസിലറും മുതിർന്ന CPM നേതാവുമായ N വേലുക്കുട്ടിയുടെ കരിമ്പുഴ കുറുന്തോട്ടിമണ്ണയിലെ പശു ഫാമിനെതിരെയാണ് പരാതിയുമായി പ്രദേശവാസികൾ രംഗത്തു വന്നത്. കരിമ്പുഴ സ്വദേശി ചുങ്കത്തറ അബൂബക്കറാണ് നിലമ്പൂർ നഗരസഭാ സെക്രട്ടറി, കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ്, മലപ്പുറം ജില്ലാ ഓഫീസ് എന്നിവിടങ്ങളിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ് നഗരസഭയ്ക്കും പരാതിക്കാരനും ഫാം ഉടമയ്ക്കും നോട്ടീസ് നൽകിയ സാഹചര്യത്തിലാണ് നിലമ്പൂർ നഗരസഭാ സെക്രട്ടറി ബിനുജി ഇരുവിഭാഗത്തെയും പ്രശ്ന പരിഹാരത്തിനായി നഗരസഭയിലേക്ക് വിളിപ്പിച്ചത്. നിലവിലെ ഫാം കുറച്ചുകൂടി പിന്നിലേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നും തങ്ങളുടെ കിണറുകളിൽ ഉൾപ്പെടെ മലിനജലം എത്താതിരിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും പരാതിക്കാരനും പ്രദേശവാസികളും പറഞ്ഞു. അല്ലാത്ത പക്ഷം പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും അവർ പറഞ്ഞു. ഫാമിൽ നിന്നുള്ള ദുർഗന്ധം മൂലം ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെന്നും സർക്കാർ മാനദണ്ഡങ്ങളിൽ പലതും പാലിക്കാതെയാണ് ഫാം പ്രവർത്തിക്കുന്നതെന്നും പരാതിക്കാർ പറഞ്ഞു. ഫാമിന് തങ്ങൾ എതിരല്ല, എന്നാൽ അത് തങ്ങളുടെ ആരോഗ്യ പ്രശ്നത്തെ ബാധിക്കുന്ന രീതിയിലായിരിക്കരുത്. ഇത്തരം ഫാമുകൾ തുടങ്ങുമ്പോൾ നഗരസഭയുടെയും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെയും അനുമതി വാങ്ങേണ്ടതാണ്. എന്നാൽ ഇതൊന്നും പാലിക്കുന്നില്ലെന്നും പരാതിക്കാർ പറയുന്നു. ഇതിന് പരാതിക്കാരനെ വിളിച്ചു, ഞങ്ങൾ പിന്നെ ഇതിന്റെ അച്ഛനും വിളിച്ചു, സംസാരിച്ചപ്പം അയാൾക്കും നല്ലൊരു മറുപടിയല്ല കിട്ടിയിരിക്കുന്നത്. അയാൾ ധിക്കാരപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കാരണം ഇവർ കുറെ വെള്ളം കുടിക്കാനും കൂടി ഇവർക്ക് പറ്റാത്ത രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഫാം അടക്കുമ്പം മഴ പെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡ്രൈനേജ് കൂടെ ചാല് കയറിയാണ് ചാലുകാർക്കാണ് കംപ്ലീറ്റ് പുഴയ്ക്കാണ് ഇതിൻ്റെ മാലിന്യങ്ങൾ പോകുന്നത്. പിന്നെ മലിനീകരണ ബോർഡിൻ്റെ നിർദ്ദേശം ഒന്നും പാലിച്ചിട്ടില്ല. പഞ്ചായത്ത് സെക്രട്ടറി അല്ല, ഇവിടെ മുനിസിപ്പാലിറ്റിൻ്റെ യാതൊരു ലൈസൻസോ കാര്യങ്ങളോ ഇതിലില്ല. ലൈസൻസ് ഇല്ലാതെയാണ് ഈ സംരംഭം തുടങ്ങിയിരിക്കുന്നത്. എല്ലാം വ്യക്തമാണ്. എന്നിരുന്നാലും ഇയാൾ ഫാം കൂട്ടാൻ പറ്റൂല, ജനങ്ങളോട് വെല്ലുവിളിച്ചുകൊണ്ടാണ് പിന്നെ ഇതിൻ്റെ ഞങ്ങൾ കൂട്ടാൻ പറഞ്ഞിട്ടില്ല. ഈ ജനങ്ങൾക്ക് അവിടെ താമസിക്കാൻ വേണ്ട മാന്യമായിട്ടില്ല ആരോഗ്യകരമായിട്ട് ഇതിന് ഓട്ടം നിർത്തുന്ന രീതിയിലുള്ള പ്രവർത്തനം തന്നെ ആൾക്ക് മാറ്റി നിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഈ ഫാം നല്ല രീതിയിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്ന കുഴപ്പമില്ല. ഞങ്ങളൊരു ഫാമിന് ഇതിലൊന്നുമില്ല. എല്ലാ വ്യവസ്ഥകളും പാലിച്ചാണ് പശു ഫാം നടത്തുന്നതെന്നും നഗരസഭാ അധികൃതർക്ക് ഫാം സന്ദർശിച്ച് താൻ പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കാമെന്നും ചട്ടവിരുദ്ധമായി എന്തെങ്കിലും കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കുന്നതിന് തടസ്സമില്ലെന്നും ഫാം ഉടമയായ വേലുക്കുട്ടി പറഞ്ഞു. സ്ഥലം സന്ദർശിച്ച് നിലവിലെ സാഹചര്യങ്ങൾ പരിശോധിച്ച് ചട്ടങ്ങൾ എല്ലാം പാലിച്ചാണോ പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുമെന്നും ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുവാൻ നിർദ്ദേശങ്ങൾ നൽകുമെന്നും നഗരസഭാ സെക്രട്ടറി ബിനുജി പറഞ്ഞു. ചാണകവും മറ്റു മാലിന്യങ്ങളും പരിസരവാസികളുടെ പ്രദേശങ്ങളിലോട്ട് എത്താതെ ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കണം. യൂണിറ്റിൽ ബയോഗ്യാസ് പ്ലാന്റ് ഇടണം, ആരംഭിക്കണം എന്നിങ്ങനെ കാര്യങ്ങളാണ്. അത് ഇത്ര ദിവസത്തിലൂടെ അറിയിക്കണം എന്നുള്ള രൂപത്തിലാണ് തന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന്
പിന്നീട് നമ്മൾ ഒരു കത്ത്, ഈ കത്ത് ലഭിച്ചതിന് ശേഷം 12ാം മാസത്തിലാണ് ഇവിടുത്തെ കത്ത് തന്നിട്ടുള്ളത്. അപ്പൊ ആ കത്തിന്റെ മറുപടിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നുള്ള രൂപത്തിലാണ് നമുക്ക് മറുപടി കിട്ടിയത്. അപ്പൊ ആ മറുപടി കിട്ടിക്കഴിഞ്ഞപ്പം അത് അത്രത്തോളം ശരിയാണോ എന്ന് ഉള്ള ഒരു സംശയം വന്നപ്പോഴാണ് വീണ്ടും വീണ്ടും പരാതി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പൊതുവായിട്ട് പരാതിക്കാരെയും അതുപോലെ തന്നെ ഇതിന്റെ ഉടമസ്ഥനെയും കൂടെ വിളിച്ചിട്ടൊന്ന് നേരിട്ട് കേട്ട് ഇത് എന്താണ് എന്നുള്ള കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കണം എന്നുള്ള വിധത്തിലാണ് ഇന്നത്തെ മീറ്റിംഗ് വിളിച്ചത്. 15 ദിവസത്തിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി ഇരുപക്ഷത്തിനും പരിശോധനയുടെ ഫലം റിപ്പോർട്ടാക്കി നൽകും. അതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരന് മുന്നോട്ടു പോകാമെന്നും സെക്രട്ടറി പറഞ്ഞു. ബയോഗ്യാസ് പ്ലാന്റ് നിലവിലുണ്ടെന്നും 13 വർഷമായി താൻ പശുഫാം നടത്തി വരികയാണെന്നും ജീവിതമാർഗമായി താൻ തുടങ്ങിയ പശുഫാം പൂട്ടിക്കുകയാണ് പരാതിക്കാരുടെ ലക്ഷ്യമെന്നും വേലുക്കുട്ടി പറഞ്ഞു. വെള്ള പ്രശ്നം പറഞ്ഞപ്പോൾ പരാതിക്കാരൻ ഉൾപ്പെടെ 2 പേർക്ക് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ലഭ്യമാക്കി. ഇതിനായി 59,000 രൂപ ചിലവഴിച്ചു. മലിനജലം ഒഴുകിപ്പോകാതെ കുഴിയെടുത്ത് മണ്ണിട്ട് മൂടി. നിലവിൽ ഒരു മാലിന്യ പ്രശ്നവുമില്ലെന്നും ഫാം നിലവിലുള്ള സ്ഥലത്തു നിന്നും മാറ്റുവാൻ കഴിയില്ലെന്നും വേലുക്കുട്ടി പറഞ്ഞു. എന്ന സ്ഥലത്ത് ഞാനൊരു സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. ഒരു കന്നുകാലി വളർത്തൽ ഫാമാണ്. അത് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയും എല്ലാവിധ നിയന്ത്രണങ്ങളും പാലിച്ച് 18,000 രൂപ ഫീസടച്ച് കൃത്യമായി എല്ലാ നിയന്ത്രണവും പാലിച്ചുകൊണ്ടാണ് ഞാൻ ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിനെതിരായിട്ട് ഇങ്ങനെ അയൽവാസികൾ പരാതി മണക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞുള്ള പരാതി കൊടുത്ത് നിരന്തര പരാതികൾ കൊടുത്ത് NULM എന്നുള്ള ഒരു സംരംഭത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാപനം നടത്തുന്നത്. നെല്ലിക്കോട്ടിൽ മിൽക്ക് പ്രോഡക്റ്റ് യൂണിറ്റ് എന്നാണ് അതിൻ്റെ പേര്. അതിവിടെ മുനിസിപ്പാലിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കുടുംബശ്രീയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ നിലയിൽ എല്ലാ നിബന്ധനകളും പാലിച്ച് നടത്തുന്ന ഒരു സ്ഥാപനമാണ്. അത് ബന്ധപ്പെട്ട മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരോ വന്ന് പരിശോധിച്ച് ബോധ്യപ്പെട്ട് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞാൽ ആ മാറ്റങ്ങൾ വരുത്താനും ഞാൻ തയ്യാറാണ്. അങ്ങനെ ഒരു മാറ്റം അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ പരിപാലിക്കപ്പെട്ടിട്ടുണ്ട്. ഫാം ഉടമയുടെ വാദം തെറ്റാണെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് നൽകിയ നോട്ടീസിൽ തന്നെയുണ്ടെന്ന് പരാതിക്കാരനും ഒപ്പം വന്ന പ്രദേശവാസികളും പറഞ്ഞു. യൂണിറ്റിലെ ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്നും ബയോഗ്യാസ് പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ലെന്ന് ഉറപ്പാണ്. ഫാമിലെ തൊഴിലാളികൾ സുരക്ഷിതമില്ലാതെയാണ് ജോലി ചെയ്യുന്നത്. ഇത് ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. ഇരുവിഭാഗവും തമ്മിൽ യോഗത്തിൽ നേരിയ വാക്തർക്കത്തിനും ഇടയാക്കി. സെക്രട്ടറി ഇരുവിഭാഗത്തെയും കേട്ട ശേഷമാണ് പരിശോധന നടത്തുവാൻ തീരുമാനിച്ചത്. ബസിന്റെ ചില്ലെറിഞ്ഞു തകർത്ത കേസിലെ പ്രതികൾ പോലീസിന്റെ പിടിയിൽ. പടിക്കടവ പാലാടുള്ള തയ്യിൽ പമ്പിൽ നിർത്തിയിട്ടിരുന്ന മൊണാലിസ എന്ന ബസിന്റെ ചില്ല എറിഞ്ഞു തകർത്ത പ്രതികളായ കോഴിക്കോട് പൂവാട്ടുപറമ്പ് പെരുവയൽ സ്വദേശികളായ സമ്മാസ്, അതുൽ എന്നിവരെയാണ് വഴിക്കടവ പോലീസ് പിടികൂടിയത്. ബസിന്റെ ചില്ലെറിഞ്ഞ് തകർത്ത കേസിലെ പ്രതികൾ പോലീസിന്റെ പിടി. വഴിക്കടവ് പാലാടുള്ള തയ്യൽ പമ്പിൽ നിർത്തിയിട്ടിരുന്ന മൊണാലിസ എന്ന ബസിന്റെ ചില്ല് എറിഞ്ഞു തകർത്ത പ്രതികളായ കോഴിക്കോട് പൂവാട്ടുപറമ്പ് പെരുവയൽ സ്വദേശി സമാസ്, അതുൽ എന്നിവരെയാണ് വഴിക്കടവ് പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ മാസം 15-ാം തീയതി രാത്രി 12 മണിക്ക് നമ്പർ പ്ലേറ്റ് മറച്ചുവെച്ച് കാറിൽ വന്ന പ്രതികൾ പാലാട് പമ്പിൽ നിർത്തിയിട്ടിരുന്ന വഴിക്കടവ് കോഴിക്കോട് റൂട്ടിൽ ഓടുന്ന ബസിന്റെ മുൻവശത്തെ ചില്ല് എറിഞ്ഞു തകർത്ത് രക്ഷപ്പെടുകയായിരുന്നു. ബസ് ജീവനക്കാരന്റെ പരാതിയെ തുടർന്ന് വഴിക്കടവ് പോലീസ് കേസെടുക്കുകയും പെട്രോൾ പമ്പിലെ CCTV പരിശോധിക്കുകയും വഴിക്കടവ് മുതൽ എടവണ്ണ വരെയുള്ള 30ഓളം CCTV ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്നും വാഹനം കോഴിക്കോട് ഭാഗത്ത് നിന്ന് വന്നതാണെന്ന് മനസ്സിലാവുകയും തുടർന്നുള്ള അന്വേഷണത്തിൽ ഈ വാഹനം എടവണ്ണപ്പാറയിൽ നിന്നും പ്രതികൾ വാടകയ്ക്കെടുത്ത് കൃത്യത്തിനായി ഉപയോഗിച്ചതാണെന്നും മനസ്സിലാവുകയും ചെയ്തു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ ഇവരാണെന്ന് മനസ്സിലായത്. പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചു. മഞ്ചേരി കോഴിക്കോട് റൂട്ടിലൂടെ സമാസ് ബസിന്റെ ഉടമയുടെ മകനായ പ്രതിയായ സമാസ് വയനാട് ബത്തേരി സ്റ്റേഷനിലെ കഞ്ചാവ് കേസിൽ പ്രതിയും അതുൽ കുന്നമംഗലം സ്റ്റേഷനിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് കേസിലും പ്രതിയുമാണ്. വഴിക്കടവ് CI പ്രിൻസ് ജോസഫിന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. അന്വേഷണ സംഘത്തിൽ വഴിക്കടവ് SI മനോജ്, പോലീസുകാരായ രതീഷ്, മുഹമ്മദ് റാഫി, അലക്സ് കൈപ്പിനി, വിനീഷ് മാത്തോടി എന്നിവരും ഉണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ കേരളത്തിനോട് കാണിക്കുന്ന വൈരാഗ്യപരമായ സാമ്പത്തിക അവഗണനയ്ക്കെതിരായി നിലമ്പൂർ മുനിസിപ്പൽ LDF കമ്മിറ്റി ബഹുജന സദസ്സ് നടത്തി. സദസ്സ് CPIM ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ സെക്രട്ടറിയുമായ E പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഉയർത്തിപ്പിടിക്കുന്നത് ഈ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങളോട്, താൽപ്പര്യങ്ങളോട് നിഷേധാത്മകവും ശത്രുതാപരവുമായ നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനങ്ങൾ അവസാനിപ്പിക്കണം എന്ന മുദ്രാവാക്യമാണ്. അധികമായ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ
അനുവദിക്കണം എന്നതല്ല. അർഹതപ്പെട്ടത് നിയമപരമായി കേന്ദ്രം രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകുന്നത് പോലെ ഈ സംസ്ഥാനത്തിന് നൽകേണ്ടത് രാജ്യത്ത് നിലവിലുള്ള ഫെഡറൽ തത്വങ്ങൾക്കനുസരിച്ച് ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ന്യായമായും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ. കേന്ദ്ര സർക്കാർ കേരളത്തിനോട് കാണിക്കുന്ന വൈരാഗ്യപരമായ സാമ്പത്തിക അവഗണനയ്ക്കും സ്ഥാപനങ്ങളുടെ അധികാരങ്ങൾ കവർന്ന് ഫെഡറലിസം തകർക്കുന്ന നിലപാടിനുമെതിരെ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ കേരളത്തിന് ലഭിക്കേണ്ട ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും എംഎൽഎമാരും എംപിമാരും നടത്തിയ സമരത്തിന് ഐക്യദാർഢ്യമായാണ് LDF കമ്മിറ്റി ബഹുജന സദസ്സ് നടത്തിയത്. നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം, വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, ലോക്കൽ സെക്രട്ടറിമാരായ ഷാജി കരിമ്പുഴ, ടി ഹരിദാസൻ, CPI ലോക്കൽ സെക്രട്ടറി ES ഷൌക്കത്ത്, NCP ജില്ലാ വൈസ് പ്രസിഡന്റ് ടോമി, കൌൺസിലർ ജംഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തെ തകർക്കരുത് എന്ന മുദ്രാവാക്യവുമായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ഡൽഹിയിൽ നടത്തുന്ന സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ച LDFന്റെ നേതൃത്വത്തിൽ എടക്കരയിൽ നടന്ന ജനകീയ പ്രതിരോധ സമരം CPM സംസ്ഥാന കമ്മിറ്റി അംഗം PK സൈനബ ഉദ്ഘാടനം ചെയ്തു. കേരളം എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏറ്റവും വികസിതമായ പ്രദേശങ്ങളിൽ ഒന്നായി മാറിയിട്ടുള്ള എല്ലാ ജീവിത നിലവാര സൂചികകൾ വെച്ച് പരിശോധിച്ചാലും ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ള സംസ്ഥാനമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംസ്ഥാനമാണെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ ഭരണഘടനാപരമായി കേരളത്തിലെ 3.25 കോടിയിലധികം വരുന്ന ജനങ്ങൾക്ക് അവരുടെ അവകാശം സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് ഭരണഘടന തന്നെ ഉറപ്പ് നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ന്യായമായ ജനാധിപത്യപരമായ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഫെഡറലിസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഭരണഘടനയിലെ അന്തസ്സത്തൊക്കെ നിരക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളാണ്. BJPയുടെ മുദ്രാവാക്യങ്ങളാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് ഡൽഹി സമരത്തെ പ്രതിരോധിക്കുന്നതിലൂടെ ഇവർ തെളിയിച്ചതായും രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും സമരത്തിന് പിന്തുണ നൽകിയതായും സൈനബ പറഞ്ഞു. ടൗണിൽ നടന്ന പ്രകടനത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. വിനയൻ അധ്യക്ഷത വഹിച്ചു. ടി രവീന്ദ്രൻ, PK ജിഷ്ണു, അഡ്വക്കേറ്റ് ഗിരീഷ് കുമാർ, നൌഷാദ് പാറപ്പുറം, PN അജയ് കുമാർ, MK ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൊറോണ റോയ്, ജയകൃഷ്ണൻ, സോമൻ പാർലി എന്നിവർ സംസാരിച്ചു. മങ്കട കുമാരഗിരി സർക്കാർ വനത്തിൽ നിന്ന് മുറിച്ചു കടത്തിയ 30 കിലോ ചന്ദനം വനം വകുപ്പ് പിടികൂടി. നെന്മിനി, വാളക്കാടൻ ഷൌക്കത്ത് അലി, വള്ളുവമ്പ്രം, ഇമ്മിണിക്കര, കറുത്തെടുത്ത നൌഷാദ് എന്നിവരാണ് പിടിയിലായത്. മങ്കട കുമാരഗിരി സർക്കാർ വനത്തിൽ നിന്നും മുറിച്ചു കടത്തിയ 30 കിലോ ചന്ദനം വനംവകുപ്പ് പിടികൂടി. നിൻമിനി, വാളക്കാടൻ ഷൌക്കത്ത് അലി, വള്ളുവമ്പ്രം, ഇമ്മിണിക്കര, കറുത്തേടത്ത് നൌഷാദ് എന്നിവരാണ് പിടിയിലായത്. നിലമ്പൂർ സൗത്ത് ഡിവിഷൻ കരുവാരക്കുണ്ട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന കുമാരഗിരി സർക്കാർ വനത്തിൽ നിന്നും ദിവസങ്ങളായി മുറിച്ചു കടത്തിയിരുന്ന ചന്ദനമര കഷ്ണങ്ങൾ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PN സജീവന്റെ നേതൃത്വത്തിൽ കരുവാരക്കുണ്ട് ഫോറസ്റ്റ് സ്റ്റേഷൻ സ്റ്റാഫ് വാഹനം ഉൾപ്പെടെയാണ് പിടികൂടിയത്. സെഷൻ ഫോറസ്റ്റ് ഓഫീസർ അരുൺ ദേവ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ SB ബിൻരാജ്, നൌഷദ് പാക്കട, AL അഭിലാഷ്, S സനൽകുമാർ, V ജിപീഷ്, PP ജോസ്ഫിൻ പ്രേഷ്യസ്, P ശ്രീനാഥ്, M അശ്വതി, KS സ്മിജു, ഡ്രൈവർ ഷെരീഫ് എന്നിവരുടെ ഒരാഴ്ചയിലധികമുള്ള പരിശ്രമമാണ് പ്രതികളെ വലയിലാക്കി. കൂടുതൽ പ്രതികളും മറ്റും കണ്ടെത്തുവാനുണ്ടെന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞു. പൊതുകൽ ഗ്രാമപഞ്ചായത്തിലെ 2024-25 വർഷത്തെ ബഡ്ജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ അവതരിപ്പിച്ചു. ലൈഫ് ഭവന പദ്ധതിക്കും മാലിന്യ സംസ്കരണത്തിനും ടൂറിസം പദ്ധതികൾക്കും ആരോഗ്യ മേഖലയ്ക്കും മുൻതൂക്കം നൽകുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. മൃഗാശുപത്രിയിലേക്ക് ആവശ്യമായ മരുന്ന് വാങ്ങുന്നതിന് 5 ലക്ഷം രൂപയും തെരുവുനായകൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പിനായി 3 ലക്ഷം രൂപയും മാറ്റിവെക്കുന്നു. ആരോഗ്യ മേഖലയിൽ FSCയിൽ മരുന്നിന്റെ ലഭ്യത ഉറപ്പുവരുത്തുന്നുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇതിനായി 15 ലക്ഷം രൂപ മാറ്റിവെക്കുന്നു. കിഡ്നി രോഗികളെ സഹായിക്കുന്നതിനായി ചുങ്കത്തറ ഡയാലിസിസ് സെന്ററിന് 10 ലക്ഷം രൂപയും ഡയാലിസിസ് രോഗികളുടെ മരുന്ന് ലഭ്യമാക്കുന്നതിനായി 2 ലക്ഷം രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. കിടപ്പിലായ രോഗികളുടെ സംരക്ഷണത്തിനായി പരീക്ഷാ പരിചരണ പരിപാടിക്കായി 8 ലക്ഷം രൂപയും ആയുർവേദ പരീക്ഷയ്ക്കായി 2 ലക്ഷം രൂപയും നീക്കിവെക്കുന്നു. പുറമെ കൂടാതെ ഗർഭിണികളുടെ ആരോഗ്യ സംരക്ഷണ ജനനി പ്രസവാനന്തര ആയുർവേദ മരുന്ന് വിതരണത്തിനായി 1.5 ലക്ഷം രൂപയും ചെലവഴിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷക്കീല സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് വിദ്യരാജൻ അധ്യക്ഷത വഹിച്ചു. അക്കൗണ്ടന്റ് പ്രേംജിത്ത് നന്ദി പറഞ്ഞു. നിലമ്പൂർ റീജിയണൽ ജോയിന്റ് RTO ഓഫീസിലേക്ക് നിലമ്പൂർ INTUC ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധ മാർച്ച് മുൻ നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് A ഗോപിനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷ നേതാക്കന്മാർ എല്ലാവരും കൂടി ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടത്തിയ ഒരു വലിയ സമരം,
അവിടെ വെച്ച് മുഖ്യമന്ത്രി പറഞ്ഞു, ഞങ്ങൾ അതിജീവനത്തിന് വേണ്ടി ഒരു സമരത്തിനാണ് ഡൽഹിയിലേക്ക് വന്നിരിക്കുന്നത്. അതിജീവനം എപ്പോഴാണ്? ജീവിതം മുടങ്ങുമ്പോഴാണ്. ജീവിതം മുടങ്ങുമ്പോഴാണ് അതിജീവനം. മുഖ്യമന്ത്രിയുടെ ജീവിതം എവിടെയാണ് മുടങ്ങിയത്? മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ ജീവിതമാണ് എവിടെയാണ് മുടങ്ങിയത്? എവിടെയെങ്കിലും മുടങ്ങിയോ? മുഖ്യമന്ത്രിയുടെ ജീവിതം വളരെ ഗംഭീരമായി മുന്നോട്ട് പോവുക. അദ്ദേഹം രാവിലെ പുറത്തിറങ്ങിയാൽ ആയിരക്കണക്കിന് പോലീസുകാരും സംവിധാനങ്ങളും അദ്ദേഹത്തിന് കാവലിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു തകരാറില്ല. അദ്ദേഹത്തിന്റെ വീട്ടിൽ പശു കറക്കാൻ നമ്മുടെ നികുതിപ്പണമായ 32 ലക്ഷം രൂപ പാവപ്പെട്ട RTO ഉദ്യോഗസ്ഥന്മാർ റോഡരികിൽ നിന്ന് പിരിക്കുന്ന പണം, പാവപ്പെട്ട MBIമാരും RTO അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ റോഡരികിൽ നിന്ന് പിരിക്കുന്ന പണം, നമ്മളോട് വാങ്ങുന്ന പണം, നമ്മളെല്ലാവരുടെയും വെറുപ്പ് സമ്പാദിക്കുന്ന പണം മുഖ്യമന്ത്രിയുടെ വീട്ടിൽ കാലിത്തൊഴുത്തുണ്ടാക്കുക, എന്നിട്ട് മൂപ്പര് പാല് കുടിക്കുക. പിന്നെ മൂപ്പരൊക്കെ അതിജീവനം എന്തിനാ? ആരുടെ ജീവനാണ് ഇവിടെ മുടങ്ങി? ഇവിടുത്തെ സാധാരണക്കാരുടെ എല്ലാ ജീവിതവും അസ്തമിച്ചിരിക്കുന്നത്. കരാർ കമ്പനിക്ക് പണം നൽകാത്തതിന്റെ പേരിൽ ലൈസൻസ് RC ബുക്ക് അച്ചടി നിലച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു. 10 ലക്ഷം പേരാണ് പണം അടച്ചിട്ടും RCയും ലൈസൻസും ലഭിക്കാതെ കാത്തിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് കരാർ കമ്പനിക്ക് പണം നൽകാത്തതിന്റെ പേരിലാണ് അച്ചടി മുടങ്ങിയത്. കോടിക്കണക്കിന് രൂപയാണ് കുടിശ്ശിക നൽകുവാനുള്ളത്. അതേസമയം രജിസ്ട്രേഷനും ഫീസ് വാങ്ങലും നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. RC കിട്ടാത്തതിനാൽ വാഹന കൈമാറ്റം, ഇൻഷുറൻസ് ക്ലെയിം, ഫൈനാൻസ്, മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട ലോറി, ബസ് ഉടമകളും പ്രതിസന്ധി നേരിടുകയാണ്. ഈ നെറുകേടിനെതിരെ ശക്തമായി നേരിടുമെന്ന് നേതാക്കൾ അറിയിച്ചു. PP നജീബ് അധ്യക്ഷത വഹിച്ചു. INTUC നിയോജക മണ്ഡലം ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റ് റഹീം ചോലയിൽ സ്വാഗതം പറഞ്ഞു. INTUC ഡ്രൈവേഴ്സ് യൂണിയൻ സംഘടന ജനറൽ സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ ആഷിഫ് TMS, MK ബാലകൃഷ്ണൻ, വേണുഗോപാൽ, ഗിരീഷ് മുളൂർവാഠത്തിൽ, ബാബ അഷ്റഫ്, ഭാസ്കരൻ മയ്യന്താനി, വിനോദ് കരിമ്പനക്കൽ, പ്രസാദ് എടക്കര, അസീസ് വഴിക്കടവ്, മുജീബ് നരേക്കാവ് എന്നിവർ സംസാരിച്ചു. രാഹുൽ ഗാന്ധി MP ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിലെ കാട്ടിലപ്പാടം, വെള്ളാംപാടം, കരുനാടൻ കോളനിയിലെ കുടിവെള്ള പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ CK സുരേഷ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP റീന ടീച്ചർ മുഖ്യാതിഥിയായ പരിപാടിയിൽ പഞ്ചായത്ത് വികസന കാര്യ സമിതി ചെയർപേഴ്സൺ ബിന്ദു സത്യൻ, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് CV സെബാസ്റ്റ്യൻ, അബു മാടമ്പ്ര, ആലിയാപ്പു, സാജൻ, CK മുരളീധരൻ എന്നിവർ സംസാരിച്ചു. മാവേലി സ്റ്റോറുകളിൽ അവശ്യ സാധനങ്ങളില്ലാത്തതിലും സബ്സിഡി വെട്ടിക്കുറച്ചതിലും പ്രതിഷേധിച്ച് വഴിക്കടവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പഞ്ചായത്തങ്ങാടി മാവേലി സ്റ്റോറിന് മുൻപിൽ താളും തകരയും വെച്ച് വിളമ്പി പ്രതിഷേധിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവ് ചാക്കോ C മാബ്ര ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം അധ്യക്ഷത വഹിച്ചു. വിലക്കയറ്റം പിടിച്ചു നിർത്തുവാൻ തുടങ്ങിയ സപ്ലൈകോയിൽ പല ഇനങ്ങൾക്കും പൊതുവിപണിയിലേതിനേക്കാൾ വിലയാണ്. വിലക്കുറവുള്ള സാധനങ്ങൾ മാവേലി സ്റ്റോറുകളിൽ സ്റ്റോക്കില്ല. വിലക്കയറ്റത്തിൽ പൊതുജനം വലയുകയാണ്. മാവേലി സ്റ്റോറുകളിലേക്ക് വരുന്നവർ ആദ്യം ചോദിക്കുന്നത് സബ്സിഡി ഉണ്ടോ എന്നാണ്. എന്നാൽ സബ്സിഡി ഇല്ല എന്ന് മാത്രമല്ല, നേരത്തെ സബ്സിഡി ഉണ്ടായിരുന്ന 13 ഇനങ്ങളിൽ എല്ലാറ്റിനും പൊതുവിപണിയേക്കാൾ വില കൂടുതലാണ്. വിലക്കയറ്റം പിടിച്ചു നിർത്തുവാൻ 1974 ആരംഭിച്ച സപ്ലൈകോയിൽ 50 വർഷത്തിനിടെ ആദ്യമായാണ് ഇങ്ങനെയൊരു ദുരവസ്ഥ. PP തോമസ്, C രാമകൃഷ്ണൻ, ഉഷ വരക്കുളം, തങ്കമ്മ കുര്യാക്കോസ്, ബോബി C മാമ്പ്ര, ജാഫർ തൊട്ടിയിൽ, അനീഷ് VK, ഉസ്മാൻ PT, കുഞ്ഞു CP, അജ്മൽ കാട്ടു, ബിജു പുല്ലാട്ട്, രാജീവ് പുന്നക്കൽ, ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. ഭക്ഷ്യസ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നൽകുന്നതിനായി നിലമ്പൂരിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നിലമ്പൂർ യൂണിറ്റും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റും സംയുക്തമായാണ് ഇന്ന് 12 മണിക്ക് വ്യാപാര ഭവനിൽ വെച്ച് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഭക്ഷ്യസ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നൽകുന്നതിനായി നിലമ്പൂരിൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ നിലമ്പൂർ യൂണിറ്റും വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റും സംയുക്തമായാണ് വ്യാപാര ഭവനിൽ വെച്ച് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് P മേനോൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. KHRA യൂണിറ്റ് പ്രസിഡന്റ് അനസ് യൂണിയൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി സ്കറിയാക്കിന തോപ്പിൽ, യൂണിറ്റ് സെക്രട്ടറി P മോഹനൻ, നസീർ ഫർസ, റിയാസ് ചെമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യ പരിശോധനയ്ക്കായി ഡോക്ടറുടെ ഉൾപ്പെടെയുള്ള സേവനങ്ങളും ക്യാമ്പിൽ ലഭ്യമാക്കിയിരുന്നു. നിലമ്പൂർ നഗരസഭാ പരിധിയിലെ ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ, കൂൾ ബാറുകൾ, ഭക്ഷണ സാധനങ്ങൾ പാചകം ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ജോലിയെടുക്കുന്നവർക്കായാണ് ക്യാമ്പ് നടത്തിയത്.
പോത്തുകൽ പഞ്ചായത്തിലെ പൂളപ്പാടം GLP സ്കൂളിൽ 50ാം വാർഷികവും സുവർണ ജൂബിലി ആഘോഷവും സംഘടിപ്പിച്ചു. പോത്തുകൽ പഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഷികത്തോടനുബന്ധിച്ച് പ്രീ പ്രൈമറി ഫെസ്റ്റും രക്ഷിതാക്കൾക്കുള്ള കലാമത്സരങ്ങളും നടന്നു. സ്കൂൾ പ്രധാനാധ്യാപകൻ സജീവ് മാഷ് സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ PTA പ്രസിഡന്റ് കബീർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ മിനി വെട്ടിക്കുഴ, മോൾസി പ്രസാദ്, ജോസ് വെള്ളിമുറ്റം എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.